ലൂക്ക 1:35. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇനി ഇങ്ങനെ പറയണം: പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. രണ്ട് കരമിട്ട് പിടിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ അഭിഷേകം ചെയ്യണമേ. പിതാവായ ദൈവമേ, സ്വർഗം തുറക്കണമേ. പരിശുദ്ധാത്മ തീ എൻ്റെ മേൽ അയക്കണമേ. ഹല്ലേലൂയ്യ. യേശുവേ, അങ്ങയുടെ നാമത്തെ വിളിക്കുന്നു. ഞങ്ങളുടെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. ഒന്ന് സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ വിളിച്ചേ. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവാത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ. സ്തുതിച്ചേ ശക്തമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചേ. ശക്തിയോടെ, വിശ്വാസത്തോടെ വിളിച്ചു സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ഹല്ലേലൂയ. സങ്കീർത്തനം 118:24. കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന്, കർത്താവ് ഒരുക്കിയ ദിവസമാണെന്ന് ഇന്ന് നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. അടുക്കൽ കുമ്പസാരിക്കാം. മാസത്തിൽ ഒന്ന് ഗൗരവമുള്ള പാപം ചെയ്തോ എത്ര വേഗം കുമ്പസാരിക്കണം. വിശുദ്ധ കുർബാന സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ പോയി പങ്കെടുത്ത് കുർബാന സ്വീകരിക്കുക, ഈശോയെ സ്വീകരിക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഉപവാസമൊക്കെ എടുത്ത് ഒരു നേരമെങ്കിലുമൊക്കെ ഭക്ഷണം വേണ്ടെന്ന് വെച്ച് ഉപവസിച്ച് നമ്മൾ പ്രാർത്ഥിക്കുക. അടുത്തത് മധ്യസ്ഥ പ്രാർത്ഥന. നമ്മൾ സ്വയം മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും ഒരു കൂട്ടായ്മയിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ ദേവാലയത്തിൽ തന്നെ കൂട്ടായ്മകൾ നടക്കുന്നുണ്ട്. കരിസ്മാറ്റിക് കൂട്ടായ്മയുണ്ട്. നിങ്ങൾ കൂട്ടായ്മയിലൊക്കെ പങ്കെടുക്കുക. ഇവിടെയോ അല്ലെ നിങ്ങളുടെ മറ്റിടയിൽ നിന്നുള്ള അവിടെയോ അല്ലെ എവിടെയെങ്കിലുമൊക്കെ പോയി കരിസ്മാറ്റിക് പ്രാർത്ഥന വചന പ്രഘോഷത്തിലൊക്കെ പങ്കെടുക്കുക. അങ്ങനെ ആണ് ആ കൂട്ടായ്മകളിലൂടെ ഒരു നിരന്തര പ്രാർത്ഥന മാത്രമേ നമുക്ക് ആത്മീയ ജീവിതത്തിൽ വളരുവാൻ സാധിക്കത്തുള്ളൂ. ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരണമെങ്കിൽ ഈ ഒരു നിലയിൽ, അതായത് ആത്മാവിൽ നിറഞ്ഞ് മുൻപോട്ട് പോകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിച്ചേ മതിയാവത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടാതെ വചനം വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ആധ്യാത്മിക ജീവിതത്തിൽ ഒരു വളർച്ച നമുക്കുണ്ടാവത്തില്ല. അതാണ് യേശു നമുക്ക് തൻ്റെ ആത്മാവിന് നൽകി. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 37, 38, 39 വചനങ്ങൾ പറയുന്നുണ്ട്. തിരുനാളിൻ്റെ മഹാദിനത്തിൽ യേശു ദേവാലയത്തിൽ എണീറ്റ് നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ, അതെന്താ ഈ ദാഹമെന്ന് പറയുന്നത്? മനുഷ്യന് വ്യത്യസ്തമായ ദാഹമുണ്ട്. വെള്ളം കുടിക്കാൻ ദാഹമുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള ഒരു ആഗ്രഹം. ചിലർക്ക് അമിതമായ ആസക്തിയാണ് ഭക്ഷണം. ചിലർക്കുള്ളത് ജഡത്തിൻ്റെ ദാഹമാണ്. ജഡമോഹങ്ങളെ ഏതു വിധത്തിലും തൃപ്തിപ്പെടുത്താനുള്ള ദാഹം. ചിലർക്ക് മദ്യത്തെ കൂടുതൽ കഴിക്കാനുള്ള ദാഹം. അങ്ങനെ പല വിധത്തിലാണ് മനുഷ്യൻ്റെ ദാഹം കിടക്കുന്നത്. പക്ഷെ യേശു പറയുന്നു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ. നിങ്ങൾ ദാഹിക്കേണ്ടത് ആത്മാവിന് വേണ്ടിയും ആത്മാവിൻ്റെ അഭിഷേകത്തിനു വേണ്ടിയാണ്. നമ്മുടെ ഉള്ളിലൊരു ദാഹമുണ്ടാവണം ആത്മാവിനെ പ്രാപിക്കുവാൻ. ആത്മാവിൻ്റെ വരങ്ങൾ, ആത്മാവിൻ്റെ ദാനങ്ങൾ, ആത്മാവിൻ്റെ ഫലങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു ദാഹം, ഒരു തീഷ്ണത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും.
ഇത് അവൻ പറഞ്ഞത് അവൻ നൽകുവാനിരുന്ന ആത്മാവിനെ കുറിച്ചാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. ഹല്ലേലൂയ. യേശു കാൽവരി കുരിശില് മരണത്തിലൂടെ നമുക്ക് രക്ഷ നേടിത്തന്നു. യേശു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് അവിടുത്തെ ആത്മാവിനെ തന്നു. കുരിശു മരണത്തിൻ്റെ ഏറ്റവും വലിയ വിലയായിരുന്നു ദൈവജനത്തിന് അവിടുന്ന് ആത്മാവിനെ തന്നു. യേശു പറയുക, ഞാൻ പോയിട്ട് സഹായകനെ അയക്കും, അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ ഓർമ്മിപ്പിക്കും. യോഹന്നാൻ 14:26, യോഹന്നാൻ 15:26. എൻ്റെ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരും, നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാതെ നമുക്ക് കർത്താവിന് സാക്ഷ്യം കൊടുക്കാനായിട്ട് പറ്റില്ല. ആത്മാവിൻ്റെ അഭിഷേകമില്ലാതെ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. ഹല്ലേലൂയ. നമ്മുടെ ഒക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ, രോഗത്തിൻ്റെ സഹനം, കടബാധ്യത മൂലമുള്ള സഹനം, മക്കളിലൂടെ ഏറ്റുവാങ്ങുന്ന സഹനം, ഭർത്താവിലൂടെ ഉണ്ടാകുന്ന സഹനങ്ങൾ, പല വിധത്തിലാണ് സഹനങ്ങൾ. അത് വ്യത്യസ്തമായ ഈ സഹനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സഹിക്കാൻ നമുക്ക് ബലം നൽകുന്നത്, സഹിക്കുവാൻ നമുക്ക് ശക്തി നൽകുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് സഹിക്കാനും ക്ഷമിക്കാനും ശക്തിയും ബലവും അഭിഷേകവും നമുക്ക് നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരമ്മ ഓട്ടിസം ബാധിച്ച തൻ്റെ കുഞ്ഞിനെയുമായിട്ട് പ്രാർത്ഥിക്കാൻ വന്നു. ആ കുഞ്ഞിനൊരു പ്രത്യേക ഒരു എന്താ പറയുന്നത്, ഒരു വണ്ടിയില കൊണ്ടുവന്ന് എന്നെ കിടത്തി. ഓട്ടിസമാണ്, എല്ലാ വൈകല്യങ്ങളുമുണ്ട്, പക്ഷെ കുഞ്ഞ് കിടപ്പ. ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ പറയുകയാണ്, കുഞ്ഞ് രാത്രി ഉറക്കമൊന്നുമില്ല, കിടപ്പി കിടക്കുകയുള്ളൂ. ആ ഭക്ഷണം കൊടുക്കും, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അപ്പനും അമ്മയും എന്നിട്ട് പറയണ, രാത്രിയിൽ മണിക്കൂറുകൾ വരും ഈ കുഞ്ഞിനെ കയ്യിൽ എടുത്ത് പിടിച്ചോണ്ട് സെറ്റിയിലിരുന്ന് ആണ് കുഞ്ഞിനെ പിടിച്ചോണ്ട് ഉറങ്ങുന്നത്. കുഞ്ഞിനെ കിടത്തി കഴിഞ്ഞാൽ കുഞ്ഞ് കാറും. എന്നാൽ കുഞ്ഞിൻ്റെ ശരീരം മുഴുവൻ വേദനയാണ്. വയ്യാത്ത കുട്ടി, സംസാരിക്കത്തൊന്നുമില്ല. ഞാൻ ഇവരുമായിട്ട് സംസാരിച്ചു. അപ്പം അവർ പറഞ്ഞത്, പരമാവധി ഈ കുഞ്ഞിൻ്റെ എന്തൊക്കെ രോഗമുണ്ട്, കൂടി വന്നാൽ ഒരു വർഷം കൂടെയൊക്കെ ജീവിച്ചിരിക്കത്തുള്ളൂ. 11 വയസ്സ് പ്രായമുണ്ട്, 1 വർഷം കൂടെയൊക്കെ ജീവിക്കത്തുള്ളൂ. പക്ഷേ ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഇവർ ജീവിക്കുന്നത്. ഒരു മോളുണ്ട്, ആ കുഞ്ഞ് പഠിക്കുന്നു. അപ്പം ഈ കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞപ്പോൾ ഞാൻ ആ അമ്മയോടും അപ്പനോടും പറഞ്ഞു, ഈ കുഞ്ഞ് ഒരു വിശുദ്ധനാണ്. കാരണം ഈ കുഞ്ഞ് ഒരു പാപവും ചെയ്യുന്നില്ല. കാരണം പാപം ചെയ്യാൻ അവൻ അറിയത്തില്ല. ജനിച്ചിട്ട് ഇതുവരെ എഴുന്നേറ്റ് നടന്നിട്ടില്ല, സംസാരിച്ചിട്ടില്ല, തളർന്നു കിടക്കാണ്. അതിൻ്റെ കൂടെ ബുദ്ധിവൈകല്യമുണ്ട്, ഒന്നും അറിയത്തില്ലാത്ത കുട്ടിയാണ്. വായിലൂടെയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ വെള്ളമൊക്കെ ഒഴുകും, അങ്ങനെ കിടക്കാണ് കുഞ്ഞ്. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയൊരു വിശുദ്ധയാണ്. അപ്പനോട് പറഞ്ഞു, അപ്പനൊരു വിശുദ്ധനാണ്. ഈ കിടക്കുന്ന കുഞ്ഞ് ഒരു വിശുദ്ധനാണ്. ഒരു പാപവും ചെയ്യാത്ത ഈ കുഞ്ഞിനെ നിങ്ങളുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു തന്നത് നിങ്ങൾക്ക് മാത്രമേ ഏറ്റവും വലിയ സ്നേഹത്തോടെ ഈ കുഞ്ഞിനെ നോക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിൽ ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചത്. ഞാനിത് പറഞ്ഞപ്പോൾ ആ അമ്മയുടെ കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. ശരിയാണല്ലോ, എൻ്റെ കുഞ്ഞ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, എൻ്റെ കുഞ്ഞ് വിശുദ്ധനാണ്. ഉണ്ടോ? ആ അമ്മയുടെ മനസ്സ് മൊത്തം മാറി. അമ്മയ്ക്ക് സന്തോഷമായി. അത് കഴിഞ്ഞ് ഞാൻ ആ കുഞ്ഞിന് വേണ്ടി തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. അപ്പനും അമ്മയായിട്ട് സംസാരിച്ചപ്പോൾ അവിടെ ഹൃദയത്തിൽ സന്തോഷമായി. കാരണം ഒരു വിശുദ്ധനാണ് ഈ കുഞ്ഞ്. ഒരു തെറ്റും ചെയ്യാത്ത ഈ 11 വയസ്സുകാരൻ വിശുദ്ധനാണ്. ആ വലിയ ചിന്തയിലേക്ക് വന്നു. വർഷങ്ങളായിട്ട് ഈ കുഞ്ഞിനെ അവർ ശുശ്രൂഷിക്കുകയാണ്. ആ വലിയ സഹനത്തിൽ അവർക്ക് ഒരു പരാതിയുമില്ല. ശക്തി എവിടുന്നാണ് കിട്ടുന്നത്? എവിടുന്ന് കിട്ടി ഈ ശക്തി? പരിശുദ്ധാത്മാവ് കൊടുത്തു. ദൈവത്തിൻ്റെ ആത്മാവാണ് ശക്തി കൊടുക്കുന്നത്. വിശുദ്ധന്മാരും
വിശുദ്ധകളുമൊക്കെ ജീവിതത്തിൽ സഹിച്ചു. എങ്ങനെ സഹിച്ചത്? അവരെ ആത്മാവ് ശക്തിപ്പെടുത്തി. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് സഹിക്കാനുള്ള കൃപ എന്ന് പറയുന്നത്. ആരോടും പരാതിയില്ല, ആരോടും വഴക്കില്ല, സഹിക്കുക, നിശബ്ദമായിട്ട് സഹിക്കുക. അങ്ങനെ നിശബ്ദമായിട്ട് സഹിക്കുന്ന വ്യക്തികൾ ധാരാളമായിട്ടുണ്ട്. അങ്ങനെ നിശബ്ദമായിട്ട് സഹിക്കാൻ കൃപ തരുന്നത്, ആത്മശക്തി തരുന്നത്, ആത്മബലം തരുന്നത്, അതിനുള്ള ധൈര്യം തരുന്നത് പരിശുദ്ധാത്മാവായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ കൂടെ വസിക്കുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ ആത്മാവാണ് നമുക്ക് ബലവും ശക്തിയും ധൈര്യവും എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. സക്രിയ 4:6 സൈന്യ ബലത്താലല്ല, കര ബലത്താലല്ല, ദൈവാത്മാവിൻ്റെ ശക്തി കൊണ്ടത്രേ. സൈന്യബലമല്ല. ഒരു രാജ്യത്തിനും സൈന്യമുണ്ട്. കരസേന, നാവികസേന, വ്യോമസേന. വലിയൊരു സംഭവമാണ് ഈ നാവികസേനയും കരസേനയും വ്യോമസേനയൊക്കെ. വലിയൊരു സൈന്യം. നമ്മുടെ രാജ്യത്തിന് ശക്തമായ സൈന്യ നിര തന്നെയുണ്ട്. ഇവിടെ പറയുക സൈന്യബലത്താലല്ല, അതായത് ഒരു സൈന്യത്തിൻ്റെ ബലം. അതൊന്ന് ചിന്തിച്ച്, അമേരിക്കയുടെ സൈന്യബലം ഒന്ന് ചിന്തിച്ച്, എന്നാ ലോകത്തിൽ നമ്പർ 1. ഇവിടെ വചനം പറയുക സൈന്യബലത്താലല്ല, കരബലത്താലല്ല, അതായത് ശരീരത്തിൻ്റെ മസിൽ പവർ അല്ല, എൻ്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ. സൈന്യബലമല്ല, കരബലമല്ല, എൻ്റെ ആത്മാവിനാലാണ്. ഹല്ലേലൂയ. സൈന്യബലമുണ്ടെങ്കിൽ മരിച്ച ഒരാളെ ഉയർപ്പിക്കാൻ പറ്റുമോ? പറയുക, പറ്റത്തില്ല. ജിംനേഷ്യത്തിൽ പോയി നല്ല മസിലൊക്കെ ഉണ്ട്, ആരോഗ്യമുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അവൾ സൈന്യബലമല്ല, കരബലമല്ല, ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവ്. ജോർദാൻ നദിയിൽ യേശു സ്നാനം സ്വീകരിക്കുമ്പോൾ യേശുവിൻ്റെ മേൽ പിതാവ് ആത്മാവിനെ അയച്ചു. യേശു ആത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടു. ഈ ആത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് യേശു പിശാചുക്കളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, അത്ഭുതങ്ങൾ ചെയ്തു. പരിശുദ്ധാത്മ ശക്തി കൊണ്ടാണ്. ഹല്ലേലൂയ. അനേക വിശുദ്ധര് മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. വലിയ വലിയ അത്ഭുതങ്ങൾ വിശുദ്ധന്മാർ ചെയ്തിട്ടുണ്ട്. വിശുദ്ധ പാട്രിക് എന്നൊരു മഹാവിശുദ്ധനുണ്ട്. വിശുദ്ധ പാട്രിക്. അയർലൻഡ് എന്നൊരു രാജ്യമുണ്ട്. ലോകത്തിൽ പാമ്പുകൾ ഇല്ലാത്ത ഒരു രാജ്യമാണ് അയർലൻഡ്. അവിടെ പാമ്പ് എന്നൊരു ജീവിയില്ല, പാമ്പുകളില്ല. അനേക വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വിശുദ്ധ പാട്രിക് അയർലൻഡിലുടനീളം സുവിശേഷം ചെയ്തു. പേഗൻ മതവിശ്വാസികളായിരുന്ന അവിടുത്തെ മനുഷ്യർ, അന്യദൈവങ്ങളെ ആരാധിക്കുന്ന, സൂര്യനെ ചന്ദ്രനെ ഒക്കെ ആരാധിക്കുന്ന ഒരു സമൂഹമായിരുന്നു അവിടെ. അവിടെ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ആ രാജ്യത്ത് അനേകർക്ക് മുൻപിൽ വലിയ അത്ഭുതങ്ങൾ ഈ വിശുദ്ധൻ ചെയ്തു. സെയിന്റ് പാട്രിക്കിന്റെ ജീവിതത്തിൽ പറയുന്നു, 28 മരിച്ചവരെ വിശുദ്ധ പാട്രിക് ഉയർപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ സുവിശേഷം പ്രസംഗിക്കുക. സുവിശേഷ പ്രസംഗമൊക്കെ കഴിഞ്ഞ് അനേകർ കർത്താവിലേക്ക് വന്നു. അവിടെ 2 മൺകൂനകൾ കാണുകയാണ്. വിശുദ്ധൻ ചോദിക്കുന്നു, ഇതെന്താണ്? 12 വർഷം മുമ്പ് മരിച്ചുപോയ ഒരു ഭാര്യയുടെയും ഭർത്താവിൻ്റെ മൺകൂനയാണ്. വിശുദ്ധൻ പറഞ്ഞു, മാന്തിക്കൊള്ളാം. മൺകൂന മാന്തി 12 വർഷം മുമ്പ് അടക്കിയ അവിടെ കിടക്കുന്ന അവരുടെ തലയോട്ടിയും അസ്ഥികളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് വിശുദ്ധൻ ഒരൊറ്റ പ്രാർത്ഥനയാണ്. അത്ഭുതം നടക്കുക. 12 വർഷം മരിച്ചവർ അവിടെ ജീവിച്ചു വരിക, പുനർജീവിക്കുക. ലാസറിനെ ഉയർപ്പിച്ചത് ആത്മാവിന്റെ ശക്തി കൊണ്ട്. യേശു കൽപ്പിച്ചു, ലാസറേ പുറത്തു വരിക. ലാസറിന്റെ മേൽ ജീവൻ വന്നു. ലാസറിന്റെ മേൽ എവിടെയോ ആയിരുന്ന ആത്മാവ് കടന്നു വന്നു. ലാസർ മരിച്ചു 4 ദിവസം കഴിഞ്ഞു. ശരീരം ചീഞ്ഞു തുടങ്ങിയിരുന്നു.
സൈന്യബലമല്ല, കരബലമല്ല, എൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് രോഗശാന്തികൾ നടക്കുന്നത്, ഡെലിവറൻസ് നടക്കുന്നത്, പിശാച് വിട്ടുപോകുന്നത്, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത്, അത്ഭുതങ്ങൾ നടക്കുന്നത് എൻ്റെ ആത്മാവിൻ്റെ ശക്തി കൊണ്ട്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.